രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ അനുശോചനം ഈ അപകടവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പം അദ്ദേഹം ഉണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. പരിക്കേറ്റ എല്ലാവർക്കും വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനവും മറ്റ് ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുന്നതായത് സർക്കാർ സംവിധാനങ്ങൾ അത് ഉറപ്പാക്കണമെന്നുകൂടി രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ അവർ എത്രയും വേഗം പരിക്കുകളൊക്കെ പൂർണ്ണമായി തിരിച്ചു വരാൻ ഉള്ള നിലയിൽ തന്റെ പ്രാർത്ഥന കുടുംബത്തിനോടൊപ്പം ഉണ്ട് എന്നതുകൂടി പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്. ഇപ്പോൾ വി.എസ്. സുനിൽകുമാറിന്റെ 5 ആളുകളുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളതാണ് സൂപ്രണ്ട് എന്നോട് പറഞ്ഞത്. അതിൽ തന്നെ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്, വെന്റിലേറ്ററിലാണ്. ഇപ്പോൾ അവിടെ പിന്നെ നമ്മുടെ അവിടെയുള്ള രക്ഷാപ്രവർത്തകരായിരിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും സംഭവ സ്ഥലത്തേക്ക് കടക്കാൻ 1 മണിക്കൂറോളം അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പൂർണ്ണമായിട്ടും തീ അണച്ചതായിട്ടാണ് ഞങ്ങളവിടെ സംഭവ സ്ഥലത്താണ് വരുന്നത്. ഇനി ബോഡിയുടെ അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ളത് ചുറ്റും പരതി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മരണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. 13 പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദാരുണമായ സംഭവമാണ്. അവിടെ 40 പേരവിടെ പണിക്കാരുണ്ടായിരുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിക്കുമ്പോൾ അത്രയും അധികം ആളുകൾ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് അഡ്മിറ്റാക്കിയിരിക്കുന്ന ആളുകളും അവിടെ പണിക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളുടെയും എണ്ണം പരിശോധിക്കുമ്പോൾ അതിൽ ടാലി ആവുന്നില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതനുസരിച്ച് 13 പേര് മരണപ്പെടുകയും 5 പേരുടെ നില അതീവ ഗുരുതരവും അതിലൊരാളുടെ നില അത്യന്തം ഗുരുതരമായിട്ട് വെന്റിലേറ്ററിലാണ് കിടക്കുന്നത്. കോൺട്രാക്ടറായിരിക്കുന്ന സതീഷ് എന്ന് പറയുന്ന മുണ്ടത്തിക്കോട് സതീഷിൻ്റെ നില വളരെ ഗുരുതരമാണ്. അയാളുടെ ഒരു 90% പൊള്ളലേറ്റതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി എത്ര ആൾ മരണം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. എന്തായാലും പിന്നെ മാത്രമല്ല ഈ പൊട്ടിത്തകർന്ന ബോഡികളിൽ ഛിന്നഭിന്നമായിരിക്കുന്ന അവശിഷ്ടങ്ങൾ എത്ര ആളുകളുടേതാണെന്നുള്ളത് അത് വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ. വി.എസ്. സുനിൽകുമാർ അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപകടം നടന്ന സ്ഥലത്ത് അല്പം മുമ്പ് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നും മനസ്സിലാക്കിയ വിവരങ്ങളാണ് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ പ്രതിനിധികൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ 13 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും 5 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. വെന്റിലേറ്ററിലാണ് ആ ഒരാളുള്ളത്. ഇക്കാര്യങ്ങളാണ് വി.എസ്. സുനിൽകുമാർ പങ്കുവയ്ക്കുകയും ചെയ്തത്. എന്തായാലും 1 മണിക്കൂറോളം സമയം മാത്രമാണ് ആയിട്ടുള്ളത്. രക്ഷാദൌത്യ സംഘത്തിന് ഫയർഫോഴ്സിനടക്കം ഈ അപകട സ്ഥലത്തേക്ക് പൂർണ്ണമായും കടക്കാൻ എന്നുള്ളതാണ്. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം ആ നിലയിൽ പൂർണ്ണമായും ആരംഭിച്ചത്. ഇപ്പോഴും കണ്ടെത്തിയ പല മൃതദേഹങ്ങളും അത് ശരീരഭാഗങ്ങൾ മാത്രമായാണ്. ഈ അപകടത്തിന്റെ വ്യാപ്തി അത്രമേൽ വലുതായിരുന്നു. ശരീരഭാഗങ്ങളടക്കം പല സ്ഥലത്തേക്കും തെറിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായി. അതിൽ കണ്ടെത്തിയതും ആ നിലയിൽ ചില ശരീരഭാഗങ്ങൾ മാത്രമാണ്. മൃതദേഹത്തിന്റെ പൂർണ്ണമായ മൃതദേഹം എന്ന് പറയാവുന്ന നിലയിലല്ല. എന്തായാലും 13 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ മരണസംഖ്യ തന്നെ വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.